കുട്ടിക്കാലം ആടിക്കാറ്റായോ പായും പ്രായം ആടിക്കാറ്റായോ പായും പ്രായം അമ്മ കിളിയുടെ ചിന്തകൾ. പ്രിയമുള്ളവർ, നമ്മുടെ ഈ നാടിന്റെ ഒരു പൊതുസ്ഥാപനമാണ് ഈ സ്കൂൾ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ എന്ന് ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഈ സ്കൂൾ ഒരു അംഗൻവാടി മാത്രമാണ്. പണ്ടൊരു ആയുർവേദ ആശുപത്രി കൂടി ഉണ്ടായിരുന്നു, അത് എടുത്തുപോയി. അതാണ് ഇപ്പൊ നമ്മുടെ ചേരകുന്നില് ഇവിടെ ഉള്ളത്. അതേപോലെ ഈ സ്കൂളും എടുത്തു പോകുന്ന കാലഘട്ടം ഇത്ര കടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എണ്ണം കുറഞ്ഞു വരികയാണെന്നുള്ള സ്ഥിതി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. അത് നമ്മളെ അലട്ടുന്നില്ലെങ്കിൽ, ആ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ തൻ്റെ ഇടം എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം നമ്മളെ പി മധുസൂദനൻ പറഞ്ഞിട്ടുണ്ട്. സൗരഭം കൊണ്ടും നിറങ്ങൾ കൊണ്ടും ഞാനിവിടെയുണ്ടെന്ന് പൂ പറഞ്ഞു, പൂക്കളുകൾ കൊണ്ടും കിളികൾ കൊണ്ടും പൂകലുകൾ കൊണ്ടും പറക്കൽ കൊണ്ടും ഞാനിവിടെയുണ്ടെന്ന് കിളി പറഞ്ഞു. അതുപോലെ ഒരു പൂവ് ഇവിടെ അറിയപ്പെടുന്നത് അതിന്റെ നിറം, അതിന്റെ മണം. ഒരു കിളി ഇവിടെ ഉണ്ട് എന്ന് അറിയപ്പെടുന്നത് അതിന്റെ പറക്കൽ, അതിന്റെ പൂവൽ. അതുപോലെ നമ്മുടെ സ്ഥാപനവും നമ്മളും ഓരോരുത്തരും ഇവിടെ ഉണ്ട്, ഈ സമൂഹത്തിലുണ്ട് എന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാണ് തൻ്റെ ഇടം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ സ്കൂളിന്റെ ഇടം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് വലിയൊരു നഷ്ടമായി തീരും എന്നുള്ളതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നാടിൻ്റെതാണ്, കേവല അധ്യാപകരുടേതല്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിച്ചത്, നിങ്ങളുടേതാണ്. ഇവിടുത്തെ കമ്മിറ്റികളും അല്ലെങ്കിൽ PTA-കളും ആണ് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അധ്യാപകരല്ല. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെങ്ങനെ ഭംഗിയായി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അതിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാമെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്ത് ആ സ്കൂളിന് ബഹുദൂരം മുന്നോട്ടേക്ക് പോകാൻ ആവശ്യമായ ഇന്ധനം നൽകേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്നവരാണ്, ഈ നാട്ടുകാരാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരവസ്ഥയിലേക്ക്, ഇത് ആയുർവേദ ആശുപത്രിയുടെ അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ അത് തിരിച്ചറിയാനുള്ളൊരു ബോധം നമ്മുടെ ഓരോരുത്തരും മനസ്സിലുണ്ടാവണം എന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഈ നാട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് 8 കൊല്ലം ഇതിനു മുമ്പ് വർക്ക് ചെയ്തു. ഞാൻ പോയ ഏതൊരു സ്കൂളിനേക്കാളും എന്നും ഓർമ്മിക്കാൻ തക്ക വിധത്തിലുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ സ്കൂൾ. ഈ നാട്ടുകാരാണ്, ഒരുപാട് സ്നേഹം പകരുന്ന നാട്ടുകാരാണ്. കൂട്ടായ്മയുടെ ഒരു നാടിന്റെ ചരിത്രമാണ് എൻ്റെ മുന്നിൽ വരുന്നത്. എന്നാൽ എനിക്ക് 2008 ആ കാലഘട്ടത്തില് നൂതന അധ്യാപന അവാർഡ് കിട്ടുമ്പോൾ അപ്പൊ ഈ നാടിന്റെ ഒരു ഗുണം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം അത്രയ്ക്കും നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഈ നാട് സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ സ്കൂളിൽ ഇനിയും അതിന്റെ മികവിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ കടാവിളക്ക് അല്ലെങ്കിൽ നിറദീപം എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. എവിടെയും ഇല്ലാത്ത രീതിയിൽ വിഭാഗ കിരണം എന്നുള്ളൊരു പ്രഭാതപക്ഷം നമ്മുടെ ഈ പഞ്ചായത്തിലാണ് ഉള്ളത്. അതെവിടെയില്ല. ആദ്യമായി തുടങ്ങിയത് ഇവിടെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി തുടങ്ങിയത് പെരിപ്പായി സ്കൂളായിരിക്കും. കുട്ടികൾക്ക് രാവിലെ ഒരു ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അതിന്റെ മുന്നോടിയായിട്ട് അവർക്ക് വിജ്ഞാനം നുകരാം എന്നുള്ള രീതിയിൽ ഗണിതത്തിന്റെ ഇംഗ്ലീഷിന്റേതായാലും അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെതായൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രാവിലെ 9 മണിക്ക് തുടങ്ങി 9:45 അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പിന്നീട് ലഘുഭക്ഷണം എന്നുള്ള രീതിയിലുള്ള പ്രഭാത ഭക്ഷണവും വളരെ പ്രശംസനീയമാണ്. അത് അടുത്ത വർഷം പ്രോജക്റ്റ് ഉണ്ട്. 1 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അതിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഫർണിച്ചർ നൽകാൻ ആവശ്യമായ പ്രോജക്റ്റ് പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തോളം കിട്ടും. അപ്പൊ നമുക്ക് പുതുതായി കുട്ടികളെ ഇവിടെ ആകർഷിക്കാനും അവർക്ക് ഇണങ്ങിയ ഇരിപ്പിടങ്ങൾ ഒരുക്കിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ ഈ സ്കൂളിന്റെ അവസ്ഥയിൽ നിന്നും നമ്മളെല്ലാം
സ്വപ്നം കാണുന്ന രീതിയിലേക്കുള്ള വർധനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ഒരു വാഹനമില്ല. മറ്റെല്ലാ സ്കൂളിലെയും വാഹനങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് ഒഴുകുമ്പോൾ നമ്മുടേതായ ഒരു വാഹനം ഈ നാട്ടിൽ വേണ്ടി കാണാനില്ല. കേവലം ഒരു ഓട്ടോറിക്ഷ മാത്രമാണ്. അതൊരു പ്രധാന ഘടകമാണ്. കുറെ നാളുകളായ ഒരു വാഹനം വേണം എന്നിങ്ങനെ ഇപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ ഇതിനായിട്ട് പറയും. മാഷ് ഇതെല്ലാം പഴയ വാഹനം വേണം. പക്ഷെ ഇനിയും നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കാണണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം. ആ രീതിയിലേക്ക് ഇത്തവണയെങ്കിലും ഒരു വാഹനം നമുക്ക് രൂപപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം നന്മയുള്ളവരാണ് നിങ്ങൾ. ആ നന്മ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുവഴി നമ്മുടെ സ്കൂളിന് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിനാവശ്യമായ ഒരു ചിന്തയും പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ ഒരു ബിൽഡിംഗ് പ്രത്യേകിച്ച് പറഞ്ഞു MLA നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്ലാന് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലാനുമായിട്ട് എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടി. ഈ തിരക്കുകളാണ് ഇനിയും കിട്ടിയില്ല. അത് കിട്ടി അത്രയും പെട്ടെന്ന് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന് അവർ നിവേദനം കൊടുത്ത നല്ല അതിമനോഹരമായ ഒരു ബിൽഡിംഗ് ആ വശത്ത് ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു മനോഹരമായ ഇരുനില കെട്ടിടം അതിന്റെ പ്ലാനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നിർബന്ധം നമ്മളെല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷം തന്നെ ആ ഒരു ബിൽഡിംഗ് രൂപപ്പെടുത്താൻ നമ്മൾ സാധിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാവരും എല്ലാം മറന്ന് ജാതി മത രാഷ്ട്രീയങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ലൈബ്രറി മുറി, ലാബ്, ചൈൽഡ് പാർക്ക്, നല്ല കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ പാർക്കുകൾ, പൂന്തോട്ടങ്ങളുടെ വിപുലീകരണം, നല്ല കൃഷിത്തോട്ടങ്ങള്, അതുപോലെ തന്നെ വലിയൊരു ഇലക്ട്രിക് വിളക്ക്. നമ്മളൊന്നും ഹൈമാസ്കൾക്ക് പറയുന്നില്ല. ഇല്ലേ, രാത്രിയിലും നമുക്ക് പ്രവർത്തനം നടത്താൻ ആവശ്യമായ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാൻ ആവശ്യമായ വിളക്കുകൾ, സൗണ്ട് സിസ്റ്റം. ഓരോ ക്ലാസ്സിലും ഇതുപോലെയുള്ള സൗണ്ട് എത്തുന്ന രീതിയിലുള്ള സിസ്റ്റം. അത് നമ്മള് എപ്പോഴും നടത്തുന്ന 1:30 എല്ലാ ദിവസവും നടത്തുന്ന ആകാശവാണി മിന്നാരം പരിപാടി, കുട്ടികളുടെ കലാപരിപാടി എല്ലാ ദിവസവും 1:30. അപ്പൊ ആ രീതിയിൽ അവരുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, അല്ല കുടിവെള്ള സൗകര്യങ്ങൾ, ഓരോ ക്ലാസ്സിലും കുളിമുറികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ കിടക്കകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങൾ, അതുപോലെ സംഘങ്ങൾ, കോൽക്കളി, ബാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ നാടക സംഘം, അങ്ങനെ എല്ലാ സംഘങ്ങളും രൂപപ്പെടുത്തുന്നത്. അതുപോലെ സ്പോക്കൺ അബാക്കസ് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് അതിന്റെ തുടർച്ച, സ്പോക്കണിന്റെയും അബാക്കസിന്റെ തുടർച്ച, അങ്ങനെയുള്ള ഒരുപാട് പഠനയാത്ര, അതുപോലെ നല്ല ക്ലാസ് PTA, നല്ല PTA, വാർഷികങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനം ഇപ്പം നടക്കുന്നുണ്ട്. എന്നാലും അതിനൊന്നുകൂടി മെച്ചപ്പെടുത്തി നമുക്ക് നമ്മൾ ആശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനൊക്കെ സഹായം നൽകേണ്ടത് നമ്മുടെ നാട്ടുകാരാണ്, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, രക്ഷിതാക്കളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മനസ്സ് വെച്ചുകൊണ്ട് ഈ സ്കൂളിനെ മുന്നോട്ടേക്ക് പോകണം. ഇവിടെ നിങ്ങൾ വന്നതിന്റെ തെളിവ് തന്നെ നമ്മുടെ സ്കൂൾ ഇനി ഏറെ മെച്ചപ്പെടും, അതിന് നിങ്ങൾ ശക്തി പകരും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ രീതിയിൽ നമ്മുടെ ഈ സ്കൂള് ഇപ്പം തന്നെ നമ്മുടെ ജില്ലയിലേക്ക് അപ്പുറം അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. ആ രീതിയിലേക്ക് സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിലേക്ക് ഇനിയും നല്ല മികവുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എല്ലാ ക്ലാസ്സിലും 2 ബാച്ചെങ്കിലും ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്വപ്നം നമുക്ക് കാണാം. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടേണ്ടത് നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകട്ടെ, നമ്മുടെ സ്കൂളിന് ഇനിയും മെച്ചപ്പെടലുകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത്, അതായത് EP മാലതി, പിന്നെ നാരായണൻ, ഞാൻ കുറെ ആൾക്കാരുടെ പേരെല്ലാം ഞാൻ മറന്നുപോയി. വളരെ ആൾക്കാരുടെ പേരൊക്കെ മറന്നുപോയി. വയസ്സായി, കാണാതിട്ട് കുറെ കാലായി, അതുകൊണ്ട് എല്ലാം മറന്നുപോയി. ഒരു മൊയ്തീൻ നാട്ടിലുണ്ടായിരുന്നു, മരിച്ചുപോയി.
അദ്ദേഹത്തിന് വയ്യാതിരിക്കുന്ന കാര്യത്തിൽ ഞാൻ കാണാൻ പോയിരുന്നു. മുല്ലപ്പള്ളിയിൽ കണ്ട് ഞാനും കണ്ടുപോയി. അങ്ങനെ ഞാൻ അവസാനമായിട്ട് ആ മാസം ഒന്ന് കണ്ടില്ല. നല്ലൊരു അധ്യാപകനായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നല്ലൊരു അധ്യാപകനായിരുന്നു. അങ്ങനെ ആ മാസം പോയി. പിന്നെ ഗോപാലകൃഷ്ണൻ മാഷ്, അതുപോലെ ഭാരത മാഷ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ PC കാല മാഷ്, അയാളും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള അവരൊക്കെ കാലം കഴിഞ്ഞു പോയി. അവരെ സ്മരിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ പറയുന്നു. എന്റെ കാലത്ത് ഞങ്ങൾ സ്കൂളിൽ വരുമ്പോഴേ ഞങ്ങൾക്കൊരു ചെരുപ്പോ ഒരു കൊടയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെരുപ്പിട്ടുള്ള ഒരു കുട്ടീനെ കാണണമെങ്കിൽ ഒരു പോലീസുകാരന്റെ ഒരു മകളുണ്ടായിരുന്നു, സീത എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ചെരുപ്പിട്ടിട്ടാ വരിക. നല്ല ഡ്രസ് ഇടുക, അവൾക്ക് തുണിപ്പടയുണ്ട്. അതിന്റെ പുറകെ ഞങ്ങളെല്ലാവരും ഉണ്ടാവുക. ഈ തുണിപ്പട നിർത്തിട്ട് കാണാനും അവള് ചെരുപ്പത്തിട്ട് കാണുന്നത് നടക്കുന്നതും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കാലത്ത് ഒരു ഉടുപ്പല്ലാതെ മറ്റേ അതിന് മറുപുറം മറ്റു തുടുപ്പുണ്ടാക്കുക. വർഷകാലത്ത് നനഞ്ഞു കുടിച്ചിട്ട് ഓലപ്പൊടി എടുത്തിട്ട് കാറ്റിന് പറന്നാല് വലിയൊരു കാറ്റ് വന്നാൽ പുഴയിലെ ഓലയൊക്കെ പറന്നു പോകും. ഓലപ്പൊടിയൊക്കെ ആ പറന്നു പോയാൽ പിന്നെ കുട്ടിയതിന്റെ കുടയും കുടിച്ചിട്ട് വേണം ഞങ്ങൾ പോകണമെങ്കിൽ. വീട്ടിലെത്തുമ്പോഴേക്കും മുഴുവനും പുസ്തകവും ഇതൊക്കെ നനഞ്ഞ്. ഇന്നത്തെ പോലെ ഒരുപാട് കാര്യമുള്ള പുസ്തകമൊന്നുമില്ല, ആകെ 2 പുസ്തകവും ഒരു സ്ലേറ്റും ഉണ്ടാവുക. അതുകൊണ്ട് വീട്ടിൽ പോയാൽ ഈ ഉടുപ്പ് അലക്കി ചെരിഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല, എന്നാലും പണ്ട് എന്റെ പ്രായമുള്ളവർക്കൊക്കെ അതറിയാം. ആ ചെരിഞ്ഞിന്റെ മേലെയാണ് ആറിയുക. രാവിലെ നോക്കുമ്പോൾ ഒരു ഭാഗം കറുപ്പും ഒരു ഭാഗം വെളുപ്പായിരിക്കും. ഈ അടുപ്പത്ത് വെച്ച പുകയെ കൊണ്ട് അത് ഒരുമാതിരി ഒരു പുക മണത്തിട്ടുണ്ടാവും. ആ ഉടുപ്പിട്ടിട്ടാണ് നമ്മൾ സ്കൂളിൽ വരിക. അന്ന് ഉച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കഞ്ഞി വെച്ചതല്ല നമ്മളെ ഗോവിന്ദന്റെ പള്ളേ ഗോവിന്ദന്റെ അമ്മ അവരായിരുന്നു ഞങ്ങൾക്ക് കഞ്ഞി വെച്ചതല്ല. ചെറുപായിട്ട് തേങ്ങയും ചിരകി ഇട്ടിട്ട് അന്ന് വെച്ച് തരിക. അങ്ങനെ ഉച്ചക്കഞ്ഞി ഞങ്ങൾക്ക് ഈ സ്കൂളിൽ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. അതുപോലെ വരുമ്പോ ഒരു പെൻസിൽ ഉണ്ടാവില്ല, ചെറിയ പെൻസിൽ ഉണ്ടാവില്ല, കണ്ണിലിട്ടാലും കൂടെ കാണില്ല. അതും അതിന്റെ പെൻസിലായിരുന്നു. അന്നേ ഉണ്ട് ഈ കളത്തിൽ കുഞ്ഞിക്കൃഷ്ണന്റെ വീട്ടിന്റെ അടുത്തൊരു എരിഞ്ഞി. ആ എരിഞ്ഞിൽ ചോട്ടിലായിരിക്കും ഞങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന ഞങ്ങൾ കുറച്ച് കുട്ടികൾ അവിടുന്ന് എരിഞ്ഞിക്കുഴി കൊടുക്കും. പരിപ്പായിന്ന് വരുന്ന കുട്ടികൾക്കൊന്നും എരിഞ്ഞിക്കുഴി അറിയില്ല. അപ്പൊ ഈ എരിഞ്ഞിക്കുഴി കൊടുക്കും ഞങ്ങൾ കാലിത്തീകൾ കഴിക്കാൻ വേണ്ടിയിട്ട്. എരിഞ്ഞിക്കുഴി കൊടുത്ത എന്തിനും ഒരു ചെറിയ തുണ്ട് പെൻസിൽ കിട്ടും. ആ തുണ്ട് പെൻസിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ എരിഞ്ഞിക്കുഴി കൊടുത്തിട്ട് കൊണ്ടുവരും. വല്യമ്മ, ഞങ്ങളെ വല്യമ്മ വിളിക്കല് കുഞ്ഞിക്കൃഷ്ണന്റെ മുത്തശ്ശീന. എന്നാ വല്യമ്മ ഞങ്ങളെ വഴക്ക് പറയും. അതാണ് വായിട്ടിട്ട് തൊണ്ടയിലായിട്ടുണ്ടെങ്കിൽ മക്കളെ അതിന് പടി എടുത്തിട്ട് വരും ഞങ്ങളുടെ പുറമെ. അങ്ങനെയുള്ള ഒരു കാലം ആയിരുന്നു ഞങ്ങളത്. അന്ന് പഠിക്കാനോ ഒരുപാട് പഠിക്കാൻ പോകാനോ അതൊന്നും പഠിപ്പിനൊന്നും അന്ന് വലിയ പ്രസക്തിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആരും. അന്ന് എന്താ പറയാന്ന് വെച്ചാല് ആ പഠിപ്പ് അത്ര വലിയ പഠിച്ചത്. ഇന്ന് ഞാൻ കുറെ പഠിച്ചിട്ടുണ്ടാ കാര്യം. ഇന്നാണ് അതിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇന്ന് +2 ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് അത് അത്ര പോലെ ഞങ്ങൾ പഠിച്ചതാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. അന്ന് എന്താണ് എങ്ങനെയെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ നോക്കും. അങ്ങനെയാണ് രക്ഷിതാക്കൾ പറയാം. എന്നെ സംബന്ധിച്ചിട്ട് പറയുന്നതാണ്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ചെമ്മി വിളക്കിന് ഇന്നിട്ട് വേണം പഠിക്കണേ. ഒറ്റയ്ക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു കുട്ടിക്ക് ഒരു ലൈറ്റ് വീതം നമ്മുടെ കുട്ടിക്കുണ്ട്. ഈ ചെമ്മി വിളക്ക് കത്തിച്ച് വെച്ചാല് അത് വലിയൊരു കാറ്റ് വന്ന് അതിന് വിട്ടുപോകും. തീപ്പെട്ടിയോ ഈ ലാമ്പ് എന്ന് പറഞ്ഞ ഈ സാധനങ്ങളോ ഒന്നും അന്നില്ല. എന്താ ചെയ്യാം, അന്ന് വീട്ടിൽ നെല്ല് കുത്തുന്ന കാലമാണ്. ഇന്നത്തെ പോലെ നെല്ലിൽ കൊണ്ടുപോയി കുത്താനുള്ള സംവിധാനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് കുത്തിയാൽ അതിന്റെ ഉമ്മി കോരി വെക്കും. ആ ഉമ്മിയാണ് അടുപ്പിലിട്ടിട്ട് തീ ഇട്ടിട്ട് വെക്കുക. രാവിലെ കുറച്ച് ഓല മടക്കി അതിന്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അങ്ങനെ വേണം അടുപ്പിൽ തീ ഉണ്ടാക്കണമെങ്കിൽ. അത്രയും ദാരിദ്ര്യമുള്ള കാലമായിരുന്നു അന്ന്. സ്കൂളിൽ ഉച്ചക്കഞ്ഞി കുട്ടികളെന്നുള്ളതാണ് നമ്മൾ സ്കൂളിലേക്ക് വരിക.
വീട്ടിൽ കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. രക്ഷിതാക്കളൊക്കെ അന്ന് പഠിച്ചു പോകുന്ന കാലമാണ്. ഇന്നത്തെ പോലെ ആർക്കും ഓഫീസ് ജോലിയോ കാര്യങ്ങളോ ഒന്നും അന്നത്തെ കാലം അത്ര ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കാലത്ത് ഇവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഓഫീസ് ജോലിക്ക് പോകുന്നവര് വളരെയധികം കുറവാണ്. എന്നാല് ഇന്ന് ഞാൻ ഈ പരിപ്പായ സ്കൂളിൽ പഠിച്ചവര് വിദ്യാർത്ഥിയായ നിരക്ക് ഞാൻ സ്കൂളിൽ തന്നെ എത്രയോ പ്രാവശ്യം വിദ്യാഭ്യാസത്തിനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും നാടകത്തിനായിട്ടും നാടകത്തിൽ പങ്കെടുക്കാനായിട്ടും എല്ലാം ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഈ പരിപ്പായ സ്കൂളിൽ ഞാൻ വരും. എനിക്ക് ഈ സ്കൂളിൽ മറക്കാൻ കഴിയില്ല. അത്രയും അനുഭവങ്ങൾ ഈ പരിപ്പായ സ്കൂളിൽ വെച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഈ ഇവിടുന്ന് പോയതിന് ശേഷം വീണ്ടും ഈ സ്കൂളിനെ മറക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെ കുഞ്ഞിക്കൃഷ്ണൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വെടികുത്തിയിലായാലും എനിക്ക് സ്കൂളിൽ വരണം, എല്ലാവരെയും ഒന്ന് സംഗമിക്കണം, കണ്ട് വർത്തമാനം പറയണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് വീണ്ടും സ്കൂളിലേക്ക് വന്നത്. ഈ സ്കൂളിൽ വളർന്നു. പിന്നെ ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തു, അയ്യോ സർക്കാർ സ്കൂൾ കുട്ടികളില്ല, അവിടെ അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി. ഇപ്പൊ ഈ കുറഞ്ഞ കാലത്ത് ആയിട്ട് നാരായണമായിട്ട് വന്നു പരിപ്പായ സ്കൂള്. വലിയ സ്കൂൾ പുരോഗമിക്കും, നല്ല സ്കൂളായി വരും എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് വളരെയധികം സന്തോഷപ്പെട്ടു. നമ്മുടെ നാട്ടിന്റെ ഒരു സരസ്വതി ക്ഷേത്രമാണ് നമ്മുടെ ഈ പരിപ്പായ സ്കൂള്. അത് എല്ലാവരും കണക്കിലെടുക്കണം. എന്റെ കുട്ടികളെ ഈ സ്കൂളിലാണ് പഠിച്ചത്. ആരും മോശമായി കളിക്കില്ല, എല്ലാവരും പഠിച്ചവരെല്ലാം നന്നായിട്ടുണ്ട്. വാക്കൊരു മോശവുമായില്ല. നല്ല ഒരു രീതിയിൽ ഈ സരസ്വതി ക്ഷേത്രം വളർന്ന് നല്ല നിലയിലെത്തി. നല്ല പരിപ്പായ സ്കൂള് തിരക്കേടില്ല, നല്ല നിലയിലുള്ള സ്കൂളാണ്. ഞാൻ PTA-ക്കുള്ളവരായിരുന്നു. PTA-ക്ക് നല്ല PTA-ക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? കുഞ്ഞിക്കൃഷ്ണൻ അറിയാം, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ അടുത്ത സ്കൂളും വരാനും ശ്രീനിവാസമായിട്ട് പറയും നമ്മുടെ രൂപയുടെ വർക്കാവും ഏറ്റവും കൂടുതൽ PTA-യിൽ പങ്കെടുക്കുന്നത് അവിടെ ചേർക്കുന്നു. അത്ര ഇഷ്ടമാണ് എനിക്ക് കലാപരിപാടികളോടായാലും സ്കൂളിലായാലും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പങ്കെടുക്കാൻ. അതുകൊണ്ടാണ് ഈ പറയുന്നത് കയ്യിലെങ്കിലും വണ്ടി പിടിച്ചിട്ട് ഞാൻ സ്കൂളിൽ വന്നത്. ഇനിയും എന്തെങ്കിലും ഇതുപോലെ ഒരു സംഘമോ ഒരു പരിപാടികളോ വെക്കുന്നുണ്ടെങ്കിൽ എന്നാൽ കഴിയെങ്കിൽ ഞാൻ വെടി കുത്തിയിട്ടായാലും ഈ സ്കൂളിൽ വന്ന് എന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എന്നാൽ കഴിയുന്നത് പോലെ കൊണ്ടൊന്നും ഒരുപാട് ചെയ്യാനൊന്നും കഴിയില്ലെങ്കിലും ഒരാളായിട്ട് ഞാൻ സ്കൂളിൽ വരും, എല്ലാവരുമായിട്ട് സംഗമിക്കും. എനിക്ക് എന്നും വരാനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും ഇനിയും സ്കൂളിൽ തന്നെ വന്ന് പഠിക്കാനാവട്ടെ എന്ന് വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ വളരെയധികം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വർണ്ണം പതിച്ചെന്ന് സ്വർണ്ണത്തിലെ സോപാനഗായകനാക്കൂ എന്ന് നീ സ്വർഗപുത്രി നവരാത്രി. സ്വർണ്ണം പതിച്ചെന്ന് സ്വർണ്ണത്തിലെ സോപാനഗായകനാക്കൂ എന്ന് നീ സ്വർഗപുത്രി നവരാത്രി. പാൽക്കടത്തിരകളിലകിയെഴുത്തന്നും ഉന്നിലപ്പുഴവ തൊടുമ്പോ പാൽക്കടത്തിരകളിലകിയെഴുത്തന്നും ഉന്നിലപ്പുഴവ തൊടുമ്പോ മെയ്യിൽ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി. സ്വർണ്ണം പതിച്ചെന്നി സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്ന് നീ സ്വർഗപുത്രി നവരാത്രി. മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ആടിക്കാറ്റായോ പായും പ്രായം.
ആടിക്കാറ്റായോ പായും പ്രായം അമ്മ കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം അരയാലിലയാൽ നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം അന്നു കണ്ടതെല്ലാം ഇന്നുമുണ്ട് കണ്ണിൽ അന്നു കേട്ടതെല്ലാം ഇന്നുമുണ്ട് കാതിൽ മറക്കുവതെങ്ങനെയാ മലർവസന്തം മറക്കുവതെങ്ങനെയാ മലർവസന്തം അന്നെന്റെ മാനസജാലകവാതിൽ അന്നെന്റെ മാനസജാലകവാതിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം വൃശ്ചികരാവിൻ മച്ചകത്തന്നു ഞാൻ കണി കണ്ട ചന്ദ്രിക മായതിൽപ്പൂ ആദ്യാനുരാഗമായുണർന്നു നിൽപ്പൂ ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്തു പോൽ ഒരിക്കലും മായാത്തൊരിന്ദ്രധനുസ്തു പോൽ അമ്മ എന്നിലിരിപ്പൂ അനുഗ്രഹമാ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ആടിക്കാറ്റായോ പായും പ്രായം ആടിക്കാറ്റായോ പായും പ്രായം അമ്മ കിളിയുടെ ചിറകിലൊരുങ്ങും പ്രായം അരയാലിനയാൽ നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. എല്ലാവർക്കും വളരെ വളരെ താങ്ക് യു. വാഗമരം ഇപ്പോഴില്ല എന്ന് ജവാസ് പറഞ്ഞു. കെട്ടിടച്ചോറിൽ എന്ന പേര് മാറ്റാമായിരുന്നു അല്ലേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ? പക്ഷെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇവിടെ ഈ ഓടുമേഞ്ഞ മനോഹരമായ ഈ കെട്ടിടം. ഇത് മനോഹരം തന്നെയാണ്. ഇവിടെ ഈ മനോഹരനല്ല. അപ്പൊ കുടുംബ പ്രശ്നം ഉണ്ടാകുന്ന മിക്കവാറും ഉറപ്പാണ്. ആ തലത്തിലേക്ക് എത്തി ശ്രദ്ധ ആകർഷിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ. പരിപ്പായിനാടിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉന്നമനം തന്നെയാണ് ലക്ഷ്യം. ഞാൻ 1971 മനോഹരൻ 72 ഞാൻ 71 ഇവിടെ ചേർന്നത്. ഒരു വട്ടം കൂടി എൻ ആദ്യ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ ഇന്നില്ലാത്ത ആലമരമൊന്ന് ഉലുത്തുവാൻ മോഹം. ആലമരം, അന്ന് ഒരു ആലമരം ഉണ്ടായിരുന്നു നമ്മുടെ. അറിയായിരിക്കും അല്ലെ? 2 ഉണ്ടായിരുന്നു. ആ ആലമരത്തിൽ കയറിയിട്ട് അതിന്റെ ഇലകൾ ഉലുത്തുവാൻ മോഹം. ആ ഇലയിൽ ഉപ്പുമാവ് വാങ്ങി തിന്നുവാൻ എന്ത് മോഹം! ഇതാണ് നമ്മുടെ അന്നത്തെ മോഹം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ വന്നെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. തുടക്കം മുതൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിലേക്ക് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒട്ടേറെ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ യുവാക്കളുടെ പങ്കാളിത്തം മോശമല്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ വാഗമന ചൂടുമായി ബന്ധപ്പെട്ട്
ഇതിന്റെ പരിപാടി സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മാറ്റുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 68ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു അനുബന്ധ പരിപാടിയായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അനുബന്ധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ചർച്ചയാണ് ഇതിൽ വരുമ്പോൾ സ്കൂളിന്റെ വികസന പ്രവർത്തനം ഉൾപ്പെടെ ഇതിന്റെ ചർച്ചയിലേക്ക് വരും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെയാണ് ഗ്രാമഭാഷ നമ്മുടെ ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തെ പറ്റി സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഏക വിദ്യാലയം എന്ന നിലയിൽ പരിപ്പാടി സ്കൂളിലെ അടിസ്ഥാന വികസനങ്ങൾ സംബന്ധിച്ചിടത്തോളം നിറവേറ്റുന്നതിന് വേണ്ടി അതിന്റെ കൃത്യമായ ഇടപെടൽ എക്കാലത്തും ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മുറ്റം ഇന്റർലോക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നവീകരണ പ്രവർത്തനങ്ങൾ ഒട്ടേറെ ഇനി ബാക്കിയുണ്ട്. ഓരോന്നും കണ്ടുവച്ച പ്രവർത്തനം എന്ന നിലയിൽ പരിപ്പാടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 68ാമത് വാർഷികത്തിന്റെ ഭാഗമായി ഇത്തരത്തില് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആലോചിക്കുമ്പോൾ വലിയൊരു ആശങ്കയായിരുന്നു. കാരണം ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. ഹൈസ്കൂൾ ബാച്ചിന്റെ, ഹൈസ്കൂൾ SSLC ബാച്ച്, അതുപോലെ ഡിഗ്രി ബാച്ച്, ഹൈസ്കൂൾ ഡിഗ്രി ബാച്ച്, അങ്ങനെ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായ ഒരു കൂട്ടായ്മ എടുത്ത വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റൊക്കെ രൂപീകരിച്ച് വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ നമ്മുടെ അടുത്തറയിൽ നടത്തുന്ന പരിപാടികളാണ്. അതൊക്കെ നല്ല പരിപാടി നടന്നു വരുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ അത്ര ഒരു കൂട്ടായ്മ നിലവിലില്ല. നമ്മളിപ്പോൾ ഈ വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിച്ചാണ്. ഞാൻ പഠിച്ചൊരു ബാച്ചിന്റെ പിന്നെ 4ാം ക്ലാസ്സിലെ ബാച്ചിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വിജയകുമാർ ഷീത്തോടുകൂടി ഒരു ക്ലാസ് ബാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പം സ്കൂളിന്റെ പിന്നെ മറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷത്തെയും വ്യത്യസ്ത പിന്നെ ലിസ്റ്റുകളുടെ ബാച്ചിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തി പിന്നെ ഓരോ ബാച്ചിന്റെയും കൂട്ടായ്മകൾ അത് രൂപീകരിക്കണം എന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പരിപാടി ആലോചിച്ച സമയത്ത് വെച്ചാൽ ഈ ഒരു പോരായ്മ തന്നെ എത്രത്തോളം വിജയിക്കുന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പങ്കാളിത്തം കാണുമ്പോൾ നല്ലൊരു പിന്നെ ആവേശമാണ് ഉണ്ടായിട്ടുള്ളത്. 84 ആദ്യത്തെ ബാച്ചുകൾ ഇതുവരെയുള്ള 2010 ബാച്ചുകളുടെ വിവിധ ബാച്ചുകളുടെ ഒരുപാട് പേര് നമ്മൾ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും നമുക്കിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച 1000കണക്കിന് ആൾക്കാർ ഇവിടെ പഠിച്ചിറങ്ങിയവരുണ്ട്. അവരെല്ലാവരെയും സംഘടിപ്പിച്ച് നമുക്ക് സംഘടന നടത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. പക്ഷെ ഈ പങ്കാളിത്തം മോശമല്ല, വളരെ നല്ല, നമുക്കൊക്കെ വളരെ ആവേശം ഉണ്ടാക്കുന്ന, ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. സ്കൂളിന്റെ ഇനി അങ്ങോട്ടുള്ള പിന്നെ മാഷയും പിന്നെ അന്ന് പ്രജോഷ് മാഷും മുതലേ കൃഷ്ണനൊക്കെ സൂചിപ്പിച്ചു വരും. സ്കൂളിൽ മറ്റു കാര്യങ്ങളും പിന്നെ ഇനി അങ്ങോട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിർവഹിച്ചെടുക്കാൻ സ്കൂളിൽ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്കൂളിന്റെ പഴയ പ്രതാപത്തിലേക്ക് പരിപ്പാടി നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളും മറ്റു വിദ്യാലയങ്ങളെ ആശ്രയിക്കാതെ, മറ്റു വിദ്യാലയങ്ങളെ അന്വേഷിച്ച് പോകാതെ പരിപ്പാടി സ്കൂളിലേക്ക് തന്നെ വരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നല്ലൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ഈ കൂട്ടായ്മ ഒരു കാരണമാവട്ടെ. അപ്പം ഇനി അങ്ങോട്ട് നല്ല രൂപത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഈ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ നടത്തേണ്ടതുണ്ട്. അതിനുള്ള പിന്നെ ഒരു വേദി, ഒരു തുടക്കം ഇതാവട്ടെ. അപ്പൊ ഇനി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പരിപാടിയുടെ ഗ്രൂപ്പിന്റെ അധ്യക്ഷ, പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിന്റെ ചെയർമാൻ പ്രജോഷാണ്, അതുപോലെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, പരിപാടിയുടെ ഇടവരെ നമ്മളതായ ഈ പരിപാടി നമ്മൾ വിചാരിച്ച പങ്കാളിത്തത്തിന്റെ നല്ല ഭംഗിയായി നടന്നു. അപ്പൊ നമ്മൾ ഈ പൂർവ്വ സ്കൂളിന്റെ വികസനത്തിന് എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് നടത്താം. ഈ പരിപാടി പൂർവ്വജന സംഗമം ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ പ്രജോഷാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സംഘടനത്തിന് വേണ്ടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് സ്വാഗതം പൂർവ്വ വിദ്യാർത്ഥി പരിരക്ഷണ അധ്യക്ഷ ആഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. സംഘടന നിങ്ങളോരോരുത്തരും നന്ദി അറിയിക്കുന്നു. അതുപോലെ പരിപാടി സ്കൂൾ വിശേഷാർത്ഥം നടത്തിയ ഹെഡ് മാസ്റ്റർ
MP നാരായണ മാഷിനും ആശംസകൾ സംസാരിച്ച സജിയായിട്ട് ടി വി വിനിഷ കെ മണ്ഡലം അതുപോലെ